ഹായ് ഓൾ, ഞാൻ ഈ വീഡിയോയിൽ ഒരു സോഴ്സ് സ്ട്രിങ്ങിനെ ഡെസ്റ്റിനേഷൻ സ്ട്രിങ്ങിലോട്ട് എങ്ങനെ കോപ്പി ചെയ്യാം വിത്തൗട്ട് യൂസിങ് ലൈബ്രറി ഫങ്ഷൻസ്. നമ്മൾ നേരത്തെ പ്രീവിയസ് വീഡിയോയിൽ strcpy എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കൊരു സോഴ്സ് സ്ട്രിങ്ങിനെ ഡെസ്റ്റിനേഷൻ സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യാൻ സാധിക്കുമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഇതിനകത്ത് അങ്ങനെ ഒരു ലൈബ്രറി ഫംഗ്ഷൻ strcpy എന്ന് പറയുന്ന ലൈബ്രറി ഫംഗ്ഷൻസ് ഉപയോഗിക്കാതെ എങ്ങനെ ഒരു സോഴ്സ് സ്ട്രിങ്ങിനെ ഡെസ്റ്റിനേഷൻ സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്റ്റെപ്പ് 1 to 9 ഓഫ് ദിസ് അൽഗോരിതം എന്താണ്? സിമ്പിൾ ആയിട്ടൊരു സോഴ്സ് സ്ട്രിങ് റീഡ് ചെയ്യുന്ന പോർഷനാണ്. അത് ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാനത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി സ്റ്റെപ്പ് 11 മുതലാണ് ശരിക്കും ഈ കോപ്പിയിങ് എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റെപ്പ് 11 മുതൽ ഉള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പ് 11 തൊട്ട് മുമ്പേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? സോഴ്സ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അറയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യും. ദാറ്റ് ഈസ് ടെർമിനേറ്റഡ് ബൈ എ നൾ ക്യാരക്ടർ സോ ദാറ്റ് ഇറ്റ് വിൽ ബിക്കം എ സ്ട്രിങ്. സോ ലെറ്റ് us assume that after coming to this algorithm, സ്റ്റെപ്പ് 11 കഴിയുമ്പോൾ സോഴ്സിനകത്ത് ഈ ഒരു സ്ട്രിങ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. സോ ലെറ്റ് us write it as HELLO then followed by a null character. ഇതാണ് ഉള്ളതെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ അറേ ഇൻഡെക്സ് പൊസിഷൻ 0 1 2 3 4 5. ഇതാണ് സോഴ്സ് എന്ന് പറഞ്ഞ സ്ട്രിങ് എന്ന് വിചാരിക്കുക. സോഴ്സ് ഓഫ് 0, this is 1, this is 2, source of 2, this is source of 3, this is source of 4, subscript operator 4, and this is subscript operator 5. This is the ഇതാണ് സ്റ്റെപ്പ് 11 ഓഫ് ദി അൽഗോരിതം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതെന്ന് സങ്കല്പിക്കുക. ഇനി സ്റ്റെപ്പ് 11 എന്തൊക്കെ ചെയ്യുന്നത്? ഐ ഈസ് സെറ്റ് ടു 0 ആൻഡ് ജെ ഈസ് സെറ്റ് ടു 0. അപ്പോൾ നമ്മൾ രണ്ട് വേരിയബിൾ എടുത്തു. ഒന്നിനകത്ത് ഐ ഈസ് സെറ്റ് ടു 0 ആൻഡ് ജെ ഈസ് സെറ്റ് ടു 0. ഓക്കെ, ഇതാണ് സ്റ്റെപ്പ് 11 ചെയ്യുന്നത്. സ്റ്റെപ്പ് 12 റിപ്പീറ്റ് സ്റ്റെപ്സ് 13 through 16 ഇല്ല, through 15 ആണ്. through 15 while source of I not equal to null. source of I എന്ന് പറഞ്ഞാൽ എന്താണ്? ഐയുടെ വാല്യൂ ആദ്യമേ 0 ആണ്. source of 0 not equal to null ആണ്. അപ്പോൾ ഇത് നള്ളാകുന്നത് വരെ, അതായത് സോഴ്സ് ഓഫ് 5 വരുമ്പോഴാണ് നള്ളാകുന്നത്. ഈ 5 തൊട്ട് മുമ്പേ വരെയുള്ള പ്രക്രിയ ഇത് തന്നെയാണ് ചെയ്യുന്നത്. സോ ലെറ്റ് us write source of I not equal to null. ഈ കേസിലാണെങ്കിൽ ഐയുടെ വാല്യൂ 0 ആണ്. സോഴ്സ് ഓഫ് I എന്ന് പറഞ്ഞാൽ h ആണ്. സോഴ്സ് ഓഫ് 0 ദാറ്റ് ഈസ് h നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡെസ്റ്റിനേഷൻ ഓഫ് ജെ, ഡെസ്റ്റ് ഓഫ് ജെ ഇസ് ഈക്വൽ ടു സോഴ്സ് ഓഫ് ഐ. അപ്പോൾ ഡെസ്റ്റ് ഓഫ് ജെ എന്ന് പറഞ്ഞാൽ ഡെസ്റ്റിനേഷൻ ഈസ് അനദർ ക്യാരക്ടർ അറേ. ദിസ് ഇസ് ഡെസ്റ്റ്. ഡെസ്റ്റ് ഓഫ് ജെ, ജെയുടെ വാല്യൂ 0 ആണ്. ഡെസ്റ്റ് ഓഫ് 0യിൽ എന്ത് സ്റ്റോർ ചെയ്യുന്നു? സോഴ്സ് ഓഫ് ഐ സ്റ്റോർ ചെയ്യുന്നു. സോഴ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ h സ്റ്റോർ ചെയ്യുന്നു. അതാണ് നടക്കുന്നത്. j is equal to j plus 1 and I is equal to I plus 1 in step 14 and 15. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് 14 I is equal to I plus 1, I is equal to 1, and again j is again equal to 1. I is equal to I plus 1 and j is equal to j plus 1. Again go up. Source of I not equal to null. ഐയുടെ വാല്യൂ ഇപ്പോൾ 1 ആയി. സോഴ്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? E not equal to null. ആ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എന്ത് വരുന്നു? ഇറ്റ് കംസ് ടു ഹിയർ ഡെസ്റ്റിനേഷൻ ഓഫ് ജെ ഇസ് ഈക്വൽ ടു സോഴ്സ് ഓഫ് ഐ. ഡെസ്റ്റിനേഷൻ ഓഫ് ജെയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്. ഡെസ്റ്റ് ഓഫ് ജെ എന്ന് പറഞ്ഞാൽ that is dest of 0, dest of 1, അതിനകത്ത് എന്ത് സ്റ്റോർ ചെയ്യുന്നു? is equal to source of I. source of I എന്ന് പറഞ്ഞാൽ എന്താണ്? E gets stored here.
Then j is equal to j plus 1 and I is equal to I plus 1. So I will be incremented by 1. I will becomes 2 and j also will becomes 2. Okay. Go back. Again go up. Source of I, source of 2 എന്താണ്? Source of 2 എന്ന് പറയുന്നത് L ആണ്. Not equal to null എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? Dest of j is equal to source of I. Dest of j എന്ന് പറഞ്ഞാൽ എന്താണ്? Dest of 1. Dest of 1-നകത്ത് source of I. Source of I എന്ന് പറഞ്ഞാൽ L ആണ്. L കോപ്പി ചെയ്യുന്നു. I is equal to I plus 1 and j is equal to j plus 1. I will now becomes 3 and j also now becomes 3. Again go up and check source of I not equal to 0. Source of 3 എന്ന് പറയുന്നത് എന്താണ്? Again L. L not equal to null എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നു? Destination of j is equal to dest of j, that is dest of 2 will എന്ത് ചെയ്യുന്നു? 0 1. Dest of 3, dest of 3-ൽ എന്ത് സ്റ്റോർ ചെയ്യുന്നു? L സ്റ്റോർ ചെയ്യുന്നു. Again j-യും I-യും ഇൻക്രിമെന്റ് ചെയ്യുന്നു. So you can see I is incremented to 1, I will becomes 4 and j also will becomes 4. Again check source of I not equal to null. Source of 4 എന്ന് പറഞ്ഞാൽ എന്താണ്? That is O not equal to null. അപ്പോൾ എന്ത് ചെയ്യുന്നു? Again dest of j-ക്കകത്തോട്ട് dest of 4 എന്ത് സ്റ്റോർ ചെയ്യുന്നു? O സ്റ്റോർ ചെയ്യുന്നു. I-യും j-യും ഓരോന്ന് ഇൻക്രിമെന്റ് ചെയ്യുന്നു. I will becomes 5 and j will becomes 5. Again go up and check source of I not equal to null. That is source of 5 not equal to null is false. ഇത് false ആവുന്നു. False ആവുമ്പോൾ എന്ത് സംഭവിക്കുന്നു? It comes to step number 17. Step number 17-ൽ dest of j is equal to null. Jയുടെ വാല്യൂ ഇപ്പോൾ 5 ആണ്. Dest of j എന്ന് പറഞ്ഞാൽ dest of 5. So this will becomes dest of 5. ഇതിനകത്ത് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തു? ഒരു null സ്റ്റോർ ചെയ്തു. So the source is copied to destination. ഈ പ്രോസസ് അവിടെ നടന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? The source string പ്രിന്റ് ചെയ്യുന്നു, destination string പ്രിന്റ് ചെയ്യുന്നു. So that you will get the correct results. So let us try to implement the algorithm by using an online GDB compiler and see how it works. So let us coming back to an online GDB compiler. First step എന്താണ്? Enter a source string എന്ന് പറഞ്ഞ സംഭവമാണ്. So I'm just giving you the message printf enter a source string. Enter a source string. അത് ഇച്ചിരി കൂടെ വലുതാക്കാനായിട്ട്. So let us try to enter a source string എന്നുള്ളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. So I am putting a new line here as well as here. This is step 2 of this algorithm. Step 3 is set I is equal to 0. I set ചെയ്യുന്നതിന് മുമ്പേ I have to be declared first. So I'm just declaring int I. Then set I is equal to 0 എന്ന് പറഞ്ഞ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. I is equal to 0. അടുത്തത് എന്താണ്? CH is equal to read a character through keyboard. അപ്പോൾ CH എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡാറ്റ ടൈപ്പ് ആയിട്ട് ഡിക്ലെയർ ചെയ്യണം. So char CH, I'm just declaring CH. CH is equal to get a character through keyboard is equal to CH is equal to get char എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. Get char ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ you have to include the header file string.h include string.h ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞ് repeat steps 6 through 8 while ch not equal to /n. ch ന്യൂ ലൈൻ ക്യാരക്ടർ ആകുന്ന ഒരു സോഴ്സ് സ്ട്രിങ് റീഡ് ചെയ്യുകയാണ്. while ch not equal to \n to do the following operations. Okay, അതിനകത്ത് എന്താണ്? സോഴ്സ് ഓഫ് I is equal to ch. സ്റ്റെപ്പ് 6 സോഴ്സ് എന്ന് പറഞ്ഞ ഒരു array ഡിക്ലെയർ ചെയ്യണം before giving source of I. So it's a character array. So source
of size 25 is declared. So source of I is equal to ch. ch എന്ന് പറഞ്ഞ വേരിയബിളിൽ ഉള്ള ഡാറ്റ റീഡ് ചെയ്ത ഡാറ്റ സോഴ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞ ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. I is equal to I plus 1. Step 7, I is equal to I plus 1. I is equal to I plus 1. Step 8, again read a character through keyboard and store it in a variable ch. So ch is equal to get char എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. Okay, so this process repeated. Step 9 വരെയുള്ള ഇത് ചെയ്തു. That is put it in a loop structure. So it's a repetitive structure. അതിനുശേഷം സ്റ്റെപ്പ് 10 സോഴ്സ് ഓഫ് I is equal to null ഒരു null character append ചെയ്യുന്നു. So that this will become a string. അതൊരു സ്ട്രിംഗ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതിനുശേഷം സെറ്റ് I is equal to 0, j equal to 0. j എന്ന് പറഞ്ഞ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ അഗെയിൻ j എന്ന് പറഞ്ഞ വേരിയബിൾ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു. സോ സെറ്റ് j is equal to 0 and I is equal to 0. ഞാൻ ഇവിടെ വരുന്നു. j equal to 0, I equal to 0. Sorry, I equal to 0. I am putting these two things. So step 11 ചെയ്തു. Step 12 എന്താണ്? Repeat step 13 through 15 while source of I not equal to null. ഇവിടെയാണ് ഈ പാർട്ടാണ് കോപ്പിംഗ് നടക്കുന്നത്. While source of I not equal to null, do the following. What are the things? These are the things in the while loop. While loop in the source of destination of j is equal to source of I. So dest എന്ന് പറഞ്ഞ ഒരു array declare ചെയ്യണം, character array declare ചെയ്യണം. So again I am making it of size 25. Dest of 25 declare ചെയ്തു. So dest of I is equal to dest of j. Dest of j is equal to source of I. Dest of j is equal to source of I. That is the thing. J is equal to j plus 1. J is equal to j plus 1. Again, I is equal to I plus 1. ഇനി dest of j is set to null. So make it as a string. Dest of j is equal to null. ഈ ലൂപ്പിന് വെളിയിൽ വന്നു കഴിയുമ്പോൾ j ഇതിനെ പോയിന്റ് ചെയ്യും. ലാസ്റ്റ് ക്യാരക്ടർ കഴിഞ്ഞിട്ടുള്ള പൊസിഷനിൽ ഇൻഡെക്സ് പൊസിഷനിൽ j കാണും. അതിനകത്ത് നമ്മൾ നള്ള് സ്റ്റോർ ചെയ്യുന്നു. സോ ദാറ്റ് ഡെസ്റ്റിനേഷൻ ഇസ് ഓൾസോ വിൽ ബിക്കം എ സ്ട്രിംഗ്. ഇനി അത് കഴിഞ്ഞ് സോഴ്സ് സ്ട്രിങ്ങും ഡെസ്റ്റിനേഷൻ സ്ട്രിങ്ങും പ്രിന്റ് ചെയ്യുന്നു. So just giving printf. Let us put it as the source string is %d, comma source print ചെയ്തു. ഈ ഡെസ്റ്റിനേഷൻ സ്ട്രിംഗ് പ്രിന്റ് ചെയ്യണം. printf. I'm putting double quotes within that /n. Within that /n, I'm writing the destination string is here we have to put %s is %s comma dst. ഇതാണ് സോഴ്സ് സ്ട്രിങ്ങും ഡെസ്റ്റിനേഷൻ സ്ട്രിങ്ങും നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. So again I am selecting the C compiler. So this is selecting the C language and again running this program. Let us see how it works. So the program is working fine. So let us put it as hello is stored in a source string. So the destination string is hello. So the source string is copied into the destination string. So ഇത് perfect ആയിട്ട് വർക്ക് ചെയ്യുന്നു. This is the way in which
an algorithm. This is the algorithm that copies a source string into a destination string without using a library function. So thank you all of you for patiently watching this session.